ലോസ് ഏഞ്ചൽസിൽ നിന്ന് വീണ്ടും ആശങ്കയുടെ വാർത്തകളാണ് ഈ ദിവസം പുലരുമ്പോൾ നമ്മൾ ഇവിടെ പുലരുമ്പോൾ വരുന്നത്. വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ 21 ചതുരശ്ര കിലോമീറ്ററിൽ മരങ്ങൾ കത്തിനശിച്ചു. 20,000 പേരെ അടിയന്തരമായി ഒഴിപ്പിക്കാനാണ് നിർദ്ദേശം. ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധി ഡോക്ടർ സജിമോൻ ആന്റണി ചേർന്നു. നമസ്കാരം ഡോക്ടർ സജിമോൻ. ഇതിപ്പോ 2 കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നത് കെട്ടണയും മുൻപാണ് അടുത്ത ഒരു തീ കൂടി വരുന്നത്. അതും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, അത് കുറച്ച് തീവ്രമാണ്. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത്രയേറെ ഭാഗങ്ങളിലേക്ക് ഇത് പടർന്നു പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റു, അദ്ദേഹം അവിടെ സന്ദർശനം നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് സുരക്ഷിതമാക്കുക എന്നത് തന്നെയായിരിക്കും ഏറ്റവും ആദ്യമുള്ളത്. എത്രത്തോളം സിവിയർ ആണ് ഇപ്പോഴത്തെ ഈ തീ? ഗുഡ് മോർണിംഗ്. ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും വെരി ഗുഡ് മോർണിംഗ്. ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ ഇതാണ്. ഇത് വളരെ സങ്കീർണമായ ഒരു ഫയർ ആണ്. നമ്മൾ അറിയാം, ജനുവരി 7-ാം തീയതിയാണ് ഫയർ അല്ലെങ്കിൽ പാലിസൈഡ് ഫയർ എന്ന് പറഞ്ഞ 2 ഫയർ ഈ കാലിഫോർണിയ എല്ലാ ഏരിയയില് തുടങ്ങിയത്. അത് ഏകദേശം 10,000 ഏക്കറുകൾ വനമാണ് നശിപ്പിച്ചത് തീയില്. അതോടൊപ്പം 27 പേരുടെ മരണത്തിനിടയാക്കി. ഏകദേശം 15,000-ലധികം സ്ട്രക്ചേഴ്സ് അതിനകത്ത് തീ പിടിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ കാലിഫോർണിയയിലെ തീ എന്ന് പറയുന്നൊരു പുതുമയായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല ഇവിടെ. അത് എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. ഞാൻ പെട്ടെന്ന് കണക്ക് നോക്കുകയാണെങ്കിൽ 2023 ഏകദേശം 3,25,000 ഏക്കറാണ് കത്തി നശിച്ചത്. അതുപോലെ തന്നെ 2022 3,33,000 ഏക്കർ കത്തിനശിച്ചു. ഏറ്റവും വലിയ ഫയർ ഈ അടുത്ത കാലത്ത് ഉണ്ടായത് 2020 ആ 2020 ഏകദേശം 7,000-ഓളം ഫയറുകൾ ഉണ്ടായി അവിടെ. അതിനകത്ത് ടോട്ടല് 4 മില്യൺ, അതായത് 43 ലക്ഷത്തോളം ഏക്കറാണ് അന്ന് അവിടെ കത്തി നശിച്ചത്. എന്നാൽ പ്രത്യേകത ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ജീവ അപായങ്ങൾ ഉണ്ടാവാറില്ല, കാരണം ഇതൊരു റിമോട്ട് ഏരിയയിലായിരുന്നു ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത്തവണത്തെ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈറ്റൻ ഫയറും അതുപോലെ തന്നെ പാലിസൈഡ് ഫയറും രണ്ടും LA എന്ന് പറഞ്ഞ LAയുടെ അടുത്താണ്. അപ്പൊ LA എന്ന് പറഞ്ഞിടത്ത് ഒത്തിരി ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. അത് മാത്രമല്ല ഹോളിവുഡ് പോലെയുള്ള വളരെ പ്രശസ്തമായ ഏരിയ ആണ് അത്. അപ്പൊ അതുകൂടെ ഇതിന്റെ ഈ ഒരു തീപിടുത്തത്തിന്റെ പ്രത്യേകതയാണ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഏകദേശം മണിക്കൂറുകളായി തീ ഇതിനു മുമ്പ് തുടങ്ങിയ ജനുവരി 7 തുടങ്ങിയ 2 ഫയറും ഏകദേശം 95% കണ്ടെയ്ൻ ചെയ്തിരുന്നു. അതൊരു ആശ്വാസജനകമായിരുന്നു. എന്നാൽ വിത്തിൻ എ വീക്ക് ഇപ്പോൾ ഒരു പുതിയ ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായി. ഈ ഒരു ഫയർ ഉണ്ടായി. മണിക്കൂറുകൾ കൊണ്ടാണ് ഏകദേശം 15,000 ഏക്കറുകൾ കത്തി നശിച്ചത്. ആളപായം ഉണ്ടായതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടില്ല. സ്ട്രക്ചർ നശിച്ചതായിട്ടുള്ള റിപ്പോർട്ടില്ല. എന്നാൽ ഇത് ഫയർ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാലാവസ്ഥ പ്രതികൂലമാണ്. ഏകദേശം 40-നും 60-നും മൈൽസിലാണ് ഇപ്പോൾ അവിടെ കാറ്റ് വീശുന്നത്. വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സമയമാണിത്. അപ്പം കാലാവസ്ഥ ഒട്ടും അനുയോജ്യമല്ല. എന്നാൽ ഫയർ ഫൈറ്റേഴ്സ് എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ നിരവധി ഫയർ ഫ്ലൈറ്റുകൾ വെള്ളം ഒഴിച്ച് അതിന് തീ അണയ്ക്കാൻ നോക്കുന്നുണ്ട്. ഫയറിനെ കണ്ടെയ്ൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ഒരു ഫയർഫോഴ്സ് ആ ഏരിയയിലുള്ള ആ സ്റ്റേറ്റിലുള്ളത് മൊത്തം ഒന്നുണ്ടെങ്കിൽ രാവും പകലും ഇല്ലാതെ അസാന്ദ്രം ശ്രമിക്കുന്നുണ്ട് ഈ ഒരു തീയെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട്. ആളപായം ഉണ്ടാവാതെ ആൾ താമസമുള്ള ഏരിയയിലേക്ക് പടർന്ന് പിടിക്കാതിരിക്കാനായിട്ടുള്ള. അതാണ് ഇവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് കാലിഫോർണിയ ഫയറിനെ പറ്റിയുള്ളത്.